മക്കളെ, സുഖമാണോ? നിങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നോ? എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൊള്ളാം, മിടുക്കന്മാരും മിടുക്കികളും എല്ലാവരും സ്തുതി പറയാൻ പഠിച്ചിട്ടുണ്ട്. വലിയ കുട്ടികളായതിൻ്റെ ആ ഒരു പാഠം നിങ്ങളെപ്പോഴും പ്രകടമാക്കുന്നുണ്ട്. നന്നായിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, അല്ലേ? നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർക്കുന്നുണ്ടാവും. എന്താണ് ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചത്? ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ്. വചനം സജീവമാണ്, ജീവദായകമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. എന്താണ് രണ്ടാമത്തെ അധ്യായത്തിൽ? ക്രിസ്റ്റീനയ്ക്ക് പറയാമോ? അതെ, ചരിത്ര പുരുഷനും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പഠിച്ചത്. മൂന്നാമത്തെ പാഠം ക്രിസ്പിന് പറയാമോ? അത് തന്നെ, ഉത്തരം ശരിയായിട്ട് പറഞ്ഞു ക്രിസ്പിൻ. വിമോചകനും കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ലൈലയ്ക്ക് നാലാമത്തെ പാഠത്തെക്കുറിച്ച് പറയാമോ? അതെ, ജീവൻ്റെ മഹത്വം. ഈ കഴിഞ്ഞ 4 അധ്യായങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്, പഠിച്ചത്, ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടത്. നമ്മളതൊക്കെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. 5-ാമത്തെ പാഠത്തെക്കുറിച്ച് അറിവുണ്ടോ? ഓർക്കുന്നോ എന്തായിരുന്നുള്ളത്? നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കാണുമായിരിക്കും. അതെ, മനുഷ്യബന്ധങ്ങളും സമൂഹ സുസ്ഥിതിയുമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നോടിയായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈശോയുടെ കുഞ്ഞുമക്കളായ ഞങ്ങൾക്ക് അങ്ങയോടുള്ള അഗാധമായ സ്നേഹം വെളിവാക്കുവാനും അങ്ങയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു ക്ലാസ്സിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? എന്താണ്? വളരെ തമാശയ രീതിയിൽ പറഞ്ഞാൽ, ആപ്പിൾ വന്ന് തലയിൽ വീണപ്പോൾ ബുദ്ധി ഉദിച്ച മനുഷ്യനെന്നൊക്കെ ചിലരെങ്കിലും കളിയാക്കി പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം പകർന്നു നൽകിയ വലിയൊരു വിജ്ഞാനമുണ്ട്. എല്ലാ വസ്തുക്കളും അതിൻ്റെ അച്ചുതണ്ടിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. അതെല്ലാ വസ്തുക്കളിലും കാണുന്നുമുണ്ട്. നമ്മൾ പ്രകടമായി നമ്മുടെ എല്ലാ വസ്തുക്കളിലും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. ഭൂമിയിലെ ഓരോ വസ്തുവും ബലപ്രയോഗത്താൽ എന്ന വണ്ണം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ ബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള ചില ആകർഷണങ്ങളുണ്ട്. അത് ദൈവം ഇന്നേറ്റായിട്ട് നമ്മുടെ ജന്മന നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കഴിവാണത്. മറ്റൊരാളിലേക്ക് ആകർഷിക്കുക, മറ്റൊരു വസ്തുവിലെ ആകർഷിക്കുക, ഇങ്ങനെ പലതരത്തിൽ ആകർഷിക്കപ്പെടുക എന്നുള്ളത്, എൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത്. നമുക്കൊന്ന് പ്രകൃതിയിലേക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പ്രകൃതിയിലേക്ക് നോക്കിയേ. എന്ത് മനോഹരമാണല്ലേ! വളരെ വൈവിധ്യങ്ങളുള്ള, സുന്ദരമായ, കാഹളനാദങ്ങളുള്ള, എത്രയോ നല്ല നമ്മുടെ മനസ്സിനെ കുളിർമയണിയിക്കുന്ന പ്രപഞ്ചമാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മനോഹാരിതയോടെ കൂടെ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുക. ഇവിടെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുക. ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ടോ ഒറ്റയ്ക്ക് ജീവിക്കാനോ സാധിക്കത്തില്ല. ഒരാൾ മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ടാണ് എപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി അതിന് സുന്ദരമായ നല്ല പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഒരു ചെടി വളർന്നു വരുന്നു. ആ ചെടിക്ക് സ്വമേധയാ വളരാനായിട്ട് അതിന് വളരാൻ ആവശ്യമായ ഘടകങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കണം. സൂര്യപ്രകാശം അനിവാര്യമാണ്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഒരു ചെടിക്ക് തനതായ രീതിയിൽ വളർന്നു വരുവാനായിട്ട് സാധിക്കില്ല. ചന്ദ്രൻ പ്രകാശിക്കണമെങ്കിൽ സൂര്യൻ വേണം. അപ്പം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അത്തരത്തിൽ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ദൈവത്തെ, അവരനെ, പ്രകൃതിയെ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഒരുപക്ഷെ നമ്മൾ പ്രപഞ്ചത്തെ കുറേ പേരെങ്കിലുമൊക്കെ നിരീക്ഷിക്കുന്നവരായി, അല്ലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരായി എത്രയോ വൈവിധ്യങ്ങളുണ്ട്, അല്ലേ? നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ഒരു നിരീക്ഷണ പാഠവമുള്ളവരാണ് എങ്കിൽ അത്തരത്തിൽ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ
എന്തുമാത്രം വ്യത്യസ്തതകളാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ദൈവം എല്ലാത്തിനെയും അതിൻ്റെ ക്രമമനുസരിച്ച് സൃഷ്ടിച്ചു. ഓരോന്നിനെയും ഓരോന്നിൻ്റെയോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ബന്ധത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും എന്ന പോലെ മനുഷ്യനും സ്വയം നിലനിൽക്കുക സാധ്യമല്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രീതി ഇവിടെയും നമുക്ക് അവലംബിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിനിയും നമ്മുടെ വ്യക്തിത്വങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച്, വ്യക്തികൾ എങ്ങനെയാണ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റു ബന്ധങ്ങളുമായിട്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പം ഒന്നാമതായിട്ട് ആത്യന്തികമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ്. മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല ദൈവവുമായിട്ടുള്ള ബന്ധം. അതിന് വളരെ സുന്ദരമായി വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പാഠം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. അപ്പം മനുഷ്യന് ദൈവത്തോടുള്ള ആത്യന്തികമായ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ രൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും ഇല്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുക. അപ്പം ദൈവത്തെ പോലിരിക്കുന്ന മനുഷ്യൻ. ഇതിന് വളരെ സുന്ദരമായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. നീ ഇത് മറ്റുള്ളവർക്ക് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. എങ്ങനെയാണ് സഹോദരങ്ങൾക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന് ചെയ്യുന്നു എന്ന് പറയുക? അതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിനുള്ള വിവരണം നൽകപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി ദൈവത്തിൻ്റെ നിശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോൾ മനുഷ്യന് ജീവനുണ്ടായി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യൻ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അവിടെയാണ് സുവിശേഷം നൽകുന്ന ഈ സുന്ദരമായ ഓർമ്മപ്പെടുത്തൽ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ ശ്രേഷ്ഠതയുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിന് അവൻ്റെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനിലുള്ള ആത്മാവ് ദൈവം അവനിലേക്ക് നിശ്വസിപ്പിച്ചു. ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു, ദൈവം നിശ്വസിച്ചു, അപ്പോഴാണ് ജീവനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് മനുഷ്യനെ നിറച്ച് അതിലേക്ക് ജീവൻ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാഹ്യമായും ആന്തരികമായും മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ശരീരം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത് നമ്മുടേതല്ല, ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപമാണ് നമ്മൾ ഓരോരുത്തരും എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു സത്യം. രണ്ടാമത്തെ നമ്മൾ ചിന്തയിലേക്ക് കടക്കുന്നത് ഇതാണ്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കുടുംബത്തിലുള്ളവരാണ് അല്ലേ? നമ്മുടെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ആയിട്ട് ചേർന്ന് എത്രയോ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കൂടുതലും മക്കളൊക്കെ ഉള്ള കുടുംബത്തെ നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം എൻ്റെ തന്നെ കുടുംബത്തെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 10 മക്കളാണ്. എന്നാ സന്തോഷമാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പം ഈ സഹോദരങ്ങളുടെ മക്കളെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആഘോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ മക്കൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് കൊണ്ട് കുടുംബത്തിന് രൂപം നൽകി. അനാദിയിലെ ദൈവം വിഭാവനം ചെയ്ത ഈ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ കുടുംബമാണ്. ഹെബ്രായ ഭാഷയിൽ കുടുംബം എന്നതിന് പിതാവിൻ്റെ ഭവനം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വരുക്കൂട്ടുന്ന ഈ കുടുംബം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ തന്നെ ഭവനമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ജോണിക്ക് പറയാമോ എന്താണ് വേണ്ടതെന്നുള്ളത്? ഈ ദൈവത്തിൻ്റെ തന്നെ ഭവനം നമ്മൾ രൂപീകരിക്കുമ്പം ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് സ്നേഹമാണ്. പറഞ്ഞു കഴിഞ്ഞു, ജോണി പറഞ്ഞു കഴിഞ്ഞു, സ്നേഹമാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. വിവാഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് ഭൂമിയിൽ പെരുകി വർദ്ധിക്കുക. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നതാണ് 1-ാമത്തെ ലക്ഷ്യമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കും. 2-ാമത്തെ ലക്ഷ്യം എന്താണ്? ക്രിസ്റ്റീനയ്ക്ക് പറയാമോ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഗാഢമായ ഐക്യമാണ്. എന്താണ് ഗാഢമായ ഐക്യം? ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത തരത്തിൽ ആഴത്തിൽ വേരുപാകിയിരിക്കുന്ന ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. അത് നമ്മൾ വൈവാഹിക സമയത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹം എന്ന് പറയുന്ന മരണം വരെ ദൈവത്തിൻ്റെ ഈ ഭവനത്തിൽ ആയിരിക്കുവാനും ദൈവത്തിൻ്റെ ഭവനത്തെ രൂപീകരിക്കുവാനുമായിട്ട് വിളിക്കുകയാണ് ഈ കുടുംബ ബന്ധത്തിലൂടെ.
ഇനി വിവാഹത്തിൻ്റെ അന്തസത്ത എന്താണ്? അത് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇരുവരുടെയും അവകാശങ്ങളെ പരസ്പരം സമർപ്പിച്ച് സ്വയം ദാനമായി നൽകുക. സ്വയം ദാനമായി നൽകുക. ഇവിടെ പരസ്പര സമർപ്പണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്താണ്? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ പിന്നെ ഞാനല്ല, എൻ്റെ പ്രവൃത്തികളല്ല, മറ്റൊരാളുടെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നത് ഓർക്കുക. രണ്ടാമതായിട്ട് വരുന്നത് സ്വയം ദാനമായി നൽകുക. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നേർച്ചയിടാനായിട്ട് പോകും. പള്ളിയിൽ നേർച്ചയിടുന്നു. പള്ളിയിൽ നേർച്ചയിട്ട് കഴിഞ്ഞിട്ട് കണക്കന് പൈസ എടുത്തുകൊണ്ട് പോയി എണ്ണാനിരിക്കുമ്പം നമ്മൾ ചെന്ന് ചോദിക്കാറുണ്ടോ, ഞാനിട്ട സ്തോത്രക്കാഴ്ചയ്ക്ക് തിരിച്ചു തരിക എന്ന് പറയാറുണ്ടോ? ഇല്ല, നമ്മൾ ദാനമായി കൊടുത്തതാണ്, പിന്നെ നമുക്കതിന് അവകാശമല്ല. അപ്പം ഈ ഒരു അന്തസത്ത വിവാഹത്തിൻ്റെത് ഓർക്കുക. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് പരിപാവനമായി ദൈവം അനാദിയിലെ സൃഷ്ടിച്ചതാണ് എന്ന് ഓർക്കുക. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയും ഇപ്രകാരം ഈ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദേവൂസ് കാരിത്താസ് എസ്റ്റ്, ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ചാക്രിക ലേഖനത്തിൽ ഈ സ്നേഹത്തെ സവിസ്തരം ബെനഡിക്റ്റ് പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മൾ ഇത്രയും സമയം സംസാരിച്ച കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നമുക്കൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. രണ്ട് കാര്യങ്ങളെ നിങ്ങളോട് ഇത്രയും സമയമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ്. ഏറ്റവും ശ്രേഷ്ഠവും സമുന്നതവുമായ ബന്ധമാണ് മനുഷ്യന് ദൈവത്തോടുള്ളത്. അതിൻ്റെ കാരണം 2 കാരണങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ ജീവനുള്ള ഒരു മനുഷ്യനെ ദൈവം വാർത്തെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ രൂപമാണ് മനുഷ്യൻ എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം ഇത്രയേറെ ശ്രേഷ്ഠമായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചതും പഠിക്കാൻ ശ്രമിച്ചതും കുടുംബ ബന്ധത്തെക്കുറിച്ചാണ്. ദൈവം കുടുംബം അനാദിയിലെ സൃഷ്ടിക്കുകയും ആ കുടുംബത്തിൽ നമ്മളെ അംഗങ്ങളാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വന്തമാക്കി അത് മറ്റുള്ളവരുമായി പകർന്നു നൽകുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ് അതുവഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ സഹകാരികളാണ് ദമ്പതിമാർ. അപ്പം ദൈവം പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ തുടർച്ച നടക്കുന്നത് ദമ്പതിമാരിലൂടെയാണ് എന്നുള്ളത് പിന്നീട് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയത് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, വിവാഹത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കി. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിലൂടെ സ്നേഹത്തെ സവിസ്തരം പ്രതിപാദിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നവർ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാൻ, ഈ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ, ദൈവത്തോടും കുടുംബത്തോടുമുള്ള നമ്മുടെ പ്രതിപത്തിയും സ്നേഹവും പ്രകടമാക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഇത്രയും ചിന്തിച്ചതിനകത്തു നിന്ന് ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾ ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന്, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം ഈ കാലഘട്ടത്തിൽ എത്തരത്തിലാണ്, അത് കുടുംബത്തിൽ നമുക്ക് എങ്ങനെ ഉൾച്ചേർക്കുവാനായിട്ട് പറ്റും, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കുടുംബത്തിൽ എങ്ങനെ ഉൾച്ചേർക്കുവാനായിട്ട് പറ്റും, അതൊന്ന് ചർച്ച ചെയ്യുകയും ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ മതാധ്യാപകരെ ഏൽപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇത്രയും സമയം ഞങ്ങൾ കേട്ട ഈ കാര്യങ്ങൾ, ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധവും കുടുംബത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും കൂടുതൽ ആഴപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തെ സ്നേഹിക്കുവാനും ആ കുടുംബത്തിലായിരുന്നു കൊണ്ട് ജീവിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തോടെ ഇതിന് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? കഴിഞ്ഞ 4 പാഠങ്ങളിലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു അല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് 5-ാമത്തെ പാഠം തുടങ്ങാം. 5-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? മാനവ സമൂഹം എന്നതാണ് 5-ാമത്തെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുക. കൃപാനിധിയായ ദൈവമേ, ഞങ്ങൾ ഈ നിമിഷം
അങ്ങേ സന്നിധിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളിന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഞങ്ങളുടെ ബുദ്ധിയിലേക്കും ഞങ്ങളുടെ മനസ്സിലേക്കുമൊക്കെ കടന്നു വരുവാനും അവ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും വേണ്ട എല്ലാ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മൾ 4-ാമത്തെ പാഠത്തിൽ പഠിച്ചത് ക്രൈസ്തവ ജീവിതത്തിന് കൽപ്പനകൾ എപ്രകാരമാണ് നമുക്ക് മാനദണ്ഡമാകുന്നതെന്നാണ്. അതാണ് ഈ വർഷത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം മാനവ സമൂഹം എന്നുള്ളതാണ്. ഏതാണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാശയമുള്ള പാഠമാണ് കഴിഞ്ഞ 11-ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 5-ാമത്തെ പാഠമായിട്ട് നിങ്ങൾ പഠിച്ചത്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തോമസിന് പറയാവോ? മനുഷ്യബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനേക്കാൾ ഒരു പടി കടന്നതാണ് ഏത്? മാനവ സമൂഹം എന്നുള്ളത്. അതിൻ്റെ കുറേ കൂടെ വികസിത രൂപമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതുവരെ സഞ്ചരിച്ച വഴികൾ ഇനിയും സഞ്ചരിക്കാനുള്ളവയാണെന്ന് ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിൽ ഉറുമ്പുകളാണ് ആനന്ദിനെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ മറുപടിയായി ഗോവർദ്ധൻ പറയുന്നു, ഇനിയും നടക്കാനുള്ള വഴികൾ ഏറെയും ഞാൻ നടന്നു കഴിഞ്ഞതാണല്ലോ എന്ന്. ആനന്ദൻ്റെ കാലത്തിനൊപ്പമുള്ള ആ യാത്രയിലുടനീളം ഗോവർദ്ധൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ആനന്ദിൻ്റെ യാത്ര. ആനന്ദിൻ്റെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് അനേകായിരം പേര് വഴിയിലേക്ക് വരികയാണ്. അവരെല്ലാം ആനന്ദിനെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആനന്ദിൻ്റെ പുറകെ അവരും യാത്രയാകുന്നു. ആ യാത്രയിൽ അനേകായിരം പേർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നു. അനേകായിരം പേര് പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് അഹങ്കരിക്കുവാനല്ല, മറിച്ച് പുതിയ ലോകം കണ്ടെത്തുവാൻ, പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാൻ, പുതിയ കാലത്തിനൊപ്പം യാത്രയാകുവാൻ, അങ്ങനെയുള്ള അറിവും തിരിച്ചറിവും നേടിയെടുക്കുവാൻ ആണ് എന്നുള്ളത് ഗോവർദ്ധൻ്റെ യാത്ര എന്ന നോവലിൽ ഗോവർദ്ധൻ അടയാളപ്പെടുത്തുകയാണ്. നമ്മളുടെ ഇന്ന് പാഠം തുടങ്ങുമ്പോൾ അവിടെ ആദ്യ ഭാഗത്ത് സോക്രട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോക്രട്ടീസ് ആരായിരുന്നു? ആൻ്റണിക്ക് പറയാമോ? ആരായിരുന്നു? ഗ്രീസിലെ ഒരു മഹാനായ ചിന്തകനായിരുന്നു. അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞത്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകണം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ച് നമ്മെ തന്നെ കണ്ടെത്തുവാനുള്ളൊരാഹ്വാനം. മഹാനായ ലയോ പാപ്പ പറയുന്നു, അല്ലയോ ക്രൈസ്തവ, നീ നിൻ്റെ മഹത്വം കണ്ടെത്തൂ, നീ നിൻ്റെ മഹത്വം തിരിച്ചറിയൂ. അപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുവാൻ ആണ് പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യൻ എന്തേലും മഹത്വമുണ്ടോ? ആൻസിക്ക് പറയാവോ? എന്തെങ്കിലും മഹത്വം ഉണ്ടോ മനുഷ്യന്? ഉണ്ട്. എന്താണ് ആ മഹത്വം? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളതാണ് മഹത്വം. അത്രയും മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വെറും സൃഷ്ടി മാത്രമാണോ മനുഷ്യൻ? ആണോ? മനുഷ്യൻ ദൈവത്തിൻ്റെ വെറും സൃഷ്ടി മാത്രമാണോ? ത്രേസ്യാമ്മയ്ക്ക് പറയാവോ? ദൈവത്തിൻ്റെ വെറും സൃഷ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആളാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ്റെ മാഹാത്മ്യം. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ ആത്മാവും ജീവനും ഉൾക്കൊള്ളുന്നവനാണവൻ. അതവൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ്. ഈ മഹത്വത്തിലേക്കാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മഹത്വത്തിൽ നിലനിൽക്കുക, ഈ മഹത്വം ഉൾക്കൊള്ളുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ്. എന്താണ് അവൻ്റെ വെല്ലുവിളി? അവൻ്റെ മുന്നിൽ 2 ചോദ്യങ്ങളാണുള്ളത്. 2 സ്വരങ്ങളാണ് അവൻ്റെ മുന്നിലുള്ളത്. ഒരു സ്വരം നല്ല മധുരമുള്ള സ്വരം,
ഒരു സ്വരം അത്രയൊന്നും മധുരമല്ലാത്ത സ്വരം. ഏതായിരിക്കും ആ മധുരമുള്ള സ്വരം? മധുരമുള്ള സ്വരം തെറ്റിലേക്കുള്ള സ്വരമാണ്. മധുരം അല്പം കുറഞ്ഞ സ്വരം നന്മയിലേക്കുള്ള സ്വരമാണ്. ഈ സ്വരം തിരിച്ചറിഞ്ഞ് തൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് അവനൊരു തിരഞ്ഞെടുപ്പ് നടത്തി നന്മയുടെ ഭാഗത്ത് നിലകൊള്ളുമ്പോഴാണ് അവൻ്റെ മഹത്വം പൂർണ്ണതയിലെത്തുന്നത്. എപ്പോഴാണ് മനുഷ്യൻ്റെ മഹത്വം പൂർണ്ണതയിലെത്തുന്നത്? ഈ രണ്ട് സ്വരങ്ങളിൽ തൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് നന്മയുടെ ഭാഗം തിരഞ്ഞെടുക്കുമ്പോഴാണ് അവൻ തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഇപ്രകാരം മഹത്വം നൽകി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എന്താ പറ്റിയത്? അവന് എന്തു പറ്റി? അവൻ തിന്മയുടെ പക്ഷം ചേർന്നു. തിന്മയുടെ പക്ഷം ചേർന്ന് അവൻ വലിയ ഒരു വീഴ്ച സംഭവിച്ചു. ആയിരുന്നവൻ ഉന്നതിയിൽ നിന്ന് വീഴുമ്പോൾ നിങ്ങൾക്കറിയാം, പൊക്കം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വീഴുവാണെങ്കിൽ അതിൻ്റെ ആഘാതം കുറവായിരിക്കും. വലിയ പൊക്കത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ വലിയ പരിക്കുകളായിരിക്കും പറ്റുന്നത്. അപ്പോൾ മനുഷ്യന് പറ്റിയത് വലിയൊരു പരിക്കാണ്. കാരണം അവൻ ഉന്നതിയിലായിരുന്നു. ആ ഉന്നതിയിൽ നിന്നാണ് അവൻ താഴേക്ക് വീണത്. അപ്പോൾ ഇങ്ങനെ വീണ മനുഷ്യനെ വിട്ടുകളഞ്ഞിട്ട് പോകാൻ ദൈവം തീരുമാനിച്ചില്ല. അവൻ പോയതല്ലേ, അങ്ങ് പോട്ടെ, അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല അല്ലേ? നമ്മളൊക്കെയാണ് അങ്ങനെ പറയും, അവൻ തെറ്റിയത്, അവനങ്ങ് പോട്ടെ, അവൻ നമ്മുടെ ഗ്രൂപ്പിൽ വേണ്ട, അവൻ നമ്മുടെ കൂടെ വേണ്ട, അവൻ പോട്ടെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ദൈവം അങ്ങനെ പറഞ്ഞില്ല. ദൈവം എന്താ ചെയ്തത്? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, ഈ മനുഷ്യനെ രക്ഷിച്ച് പഴയ സൗഭാഗ്യവും പഴയ നന്മയും പഴയ വിശുദ്ധിയും കൃപാവരവും ഒക്കെ തിരിച്ചു നൽകുവാനായിട്ട് തൻ്റെ പുത്രനെ അയക്കുകയാണ്. അങ്ങനെ ദൈവപുത്രൻ ഇവിടെ കടന്നു വന്ന് തൻ്റെ മനുഷ്യാവതാരവും പീഡാസഹനവും തൻ്റെ കുരിശുമരണവും തൻ്റെ ഉത്ഥാനവും വഴി മനുഷ്യനെ വീണ്ടും ആ പഴയ നന്മയിലേക്ക്, പഴയ സൗഭാഗ്യത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അവന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ അവസ്ഥയിലേക്ക്, ഈ വിളിയിലേക്ക് അവൻ വരുമ്പോൾ ഒരു പുതിയ ദൗത്യവുമായിട്ടാണ് അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും ആരായിത്തീരുന്നു? ആരായിത്തീരുന്നേ? പറയാമോ ആർക്കെങ്കിലും? അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞേ, പറയാമോ? ആരായിത്തീരുന്നേ? ദൈവപുത്രരായിത്തീരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും ദൈവപുത്രരായിത്തീരുന്നു. പഴയ സൗഭാഗ്യം അവന് തിരിച്ചു കിട്ടുന്നു. ആ സൗഭാഗ്യത്തിലേക്ക് അവൻ വരികയാണ്. ഇങ്ങനെ സൗഭാഗ്യത്തിലേക്ക് വന്ന് പഴയ അവസ്ഥയൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ അവന് ചില ദൗത്യങ്ങളുണ്ട് ഇവിടെ. എന്തായിരിക്കും അവൻ്റെ ദൗത്യങ്ങൾ? മനുഷ്യപുത്രൻ എന്തിനാണോ ഇവിടെ വന്നത്, ദൈവപുത്രൻ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത്, ആ ദൗത്യം അവനെ ഏൽപ്പിക്കുകയാണ്. എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ദൗത്യം? എന്തായിരുന്നു? ദൈവരാജ്യ നിർമ്മിതി, ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കുക. അതായിരുന്നു ആ ദൗത്യം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. ഓരോ ദൈവപുത്രരായ നമ്മളെയും ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഒരു പ്രവർത്തന രൂപരേഖ ഈശോ നൽകുകയാണ്. ആ പ്രവർത്തന രൂപരേഖ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപരേഖയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയാമോ? എന്താണ് പേര്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, ഒന്ന് പറ. നേരത്തെ കേട്ടിട്ടുള്ളതൊക്കെയാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഈ സുവിശേഷ ഭാഗ്യങ്ങളാണ് ഓരോ ക്രൈസ്തവൻ്റെയും അല്ലെങ്കിൽ ഓരോ ദൈവമക്കളുടെയും പ്രവർത്തന രൂപരേഖ അല്ലെങ്കിൽ പ്രവർത്തന പന്താവിൽ അവൻ ഏറ്റെടുക്കേണ്ട ചില മനോഭാവങ്ങൾ അതിനകത്ത് വരച്ചിട്ടിട്ടുണ്ട് ഈശോ. പ്രധാനമായിട്ട് അതിനകത്ത് പറയുന്ന ഒരു വാചകം നമ്മൾക്ക് എടുത്തുകൊണ്ട് നമുക്കിന്ന് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. എന്താണ്? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളതാണ്. ഈശോ പറയുന്നൊരു കാര്യമാണ് അല്ലേ? നമ്മൾ നമ്മുടെ നാട്ടിൽ ദരിദ്രരെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പറയത്തില്ല ദരിദ്രവാസി എന്നൊക്കെ നമ്മൾ പറയും. നമ്മളത് പുച്ഛത്തോടെയാണ് പറയുന്നത് ദരിദ്രവാസി എന്ന്. നമ്മൾ സന്തോഷത്തോടെ പറയുന്ന കാര്യമൊന്നുമല്ല ദരിദ്രവാസി എന്നുള്ളത് അല്ലേ? പക്ഷേ ഈശോ പറയുകയാണ്, അന്ന് വരെയുള്ള ചിന്തകളിൽ നിന്ന് മാറ്റി ഈശോ പറയുകയാണ്. ഈശോ പറഞ്ഞത് എന്താ? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അവിടെ നമ്മൾ പറയുന്ന വാക്കിനേക്കാൾ ഒരു വാക്ക് കൂട്ടിച്ചേർത്തുണ്ട് ഈശോ. എന്താണ്? വെറും ദരിദ്രവാസികൾ എന്നല്ല പറഞ്ഞത്. എന്താ? ആത്മാവിൽ ദരിദ്രർ. എന്താണ് ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ആത്മാവിൽ ദരിദ്രർ? നമുക്കറിയാം, നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് സമ്പത്തുണ്ട്,
നല്ല ആരോഗ്യമുണ്ട്, നമുക്കൊത്തിരി അറിവുകളുണ്ട്, നമുക്കൊത്തിരി സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി വസ്തുവകകൾ, ഒത്തിരി ചിന്തകൾ, ഇവയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൗന്ദര്യമുണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? ഇതെല്ലാം ആര് തന്നതാ? ദൈവം തന്നതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നമ്മുടെ ആരുടെയും സ്വന്തമല്ല. നമ്മളിതിൻ്റെ ആരാണ്? ഇതിൻ്റെ എല്ലാം വെറും സൂക്ഷിപ്പുകാരൻ മാത്രമാണ്, കാര്യസ്ഥൻ മാത്രമാണ്. അപ്പോൾ ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കുള്ളതെല്ലാം, എൻ്റെ സമ്പത്തും എൻ്റെ ഭൗതിക വസ്തുക്കളും എല്ലാ വസ്തുക്കളുടെ ഉടയവൻ ദൈവമാണ്, ഞാൻ വെറും കാര്യസ്ഥൻ മാത്രമാണ്, ഞാൻ സൂക്ഷിപ്പുകാരൻ മാത്രമാണെന്നുള്ള മനോഭാവം. അതാണ് ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഏദെൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത്. 2-ാം അധ്യായം 15-ാം വാക്യം ഉൽപ്പത്തിയിൽ പറയുന്നത്, ഏദെൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവോട് ഏൽപ്പിച്ചു. അപ്പോൾ നമ്മളിതെല്ലാം സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മറ്റ് സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ച് ജീവിക്കാനുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ദൈവം നമ്മളുടെ മുന്നിൽ തരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് തിരഞ്ഞെടുത്ത് ആ ഉത്തരവാദിത്തത്തോടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾക്ക് ഒരു അസൈൻമെൻ്റ് ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയും ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് ഈ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് ഇന്നുള്ള പ്രസക്തി എന്ത് എന്ന് നിങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തി ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചൊരു പ്രവർത്തന രൂപരേഖ. ഇതാണ് നിങ്ങളുടെ അസൈൻമെൻ്റ് എന്ന്. അത് നിങ്ങൾ വായിക്കുക, രൂപരേഖ തയ്യാറാക്കുക. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കുക. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹത്വം എന്തെന്നും ഞങ്ങളുടെ ദൗത്യം എന്തെന്നും അവ ഞങ്ങൾ എപ്രകാരം പ്രാവർത്തികമാക്കണമെന്നും ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് എന്നും അനുഗ്രഹിക്കണമേ. ആമീൻ.